ഈ വർഷത്തെ ജൻ ഔഷധി ദിനത്തിന് മുന്നോടിയായി ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. വാരാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജനയുടെ പ്രചാരണ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി JP നഡ്ഡ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2027ഓടെ 25,000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ രാജ്യമെമ്പാടും ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന് JP നഡ്ഡ പറഞ്ഞു. വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ജനറിക് മരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് 7 ജൻ ഔഷധി ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ജൻ ഔഷധി ദിനത്തിന് മുന്നോടിയായി ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. വാരാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജനയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി പ്രചാരണ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി JP നഡ്ഡ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2027ഓടെ 25,000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ രാജ്യമെമ്പാടും ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന് JP നഡ്ഡ പറഞ്ഞു. मैं सिर्फ इतना ही कहना चाहता हूं कि जन चेतना के माध्यम से जो 7 मार्च हम जन औषधि दिवस मना रहे हैं और महत्वाकांक्षी लक्ष्य लेकर के प्रधानमंत्री जी के नेतृत्व में हम सब लोगों ने तय किया है कि 2027 तक हम 25,000 केंद्र तक पहुंच जाएंगे. तो एक लंबी यात्रा हम कर पा रहे हैं. जहां हमने 80 केंद्रों से शुरू किया था, आज हम 15,000 केंद्रों पर खड़े हैं और हम 20,000 इस साल के अंत तक कर लेंगे और 25,000 हम अगले साल तक कर लेंगे. तो एक महत्वाकांक्षी योजना के तहत हम चल रहे हैं. अनुप्रिया जी ने आपको ये भी बताया कि किस तरीके से साधारण व्यक्ति को एक दवाई उसी क्वालिटी की, उसी इफेक्टिविटी की और अच्छी दवा, सिर्फ वो जेनरिक दवा होने के कारण उसकी दवाई की कीमत में कितना कमी आती है और कितने हजारों करोड़ रुपए का लाभ, लगभग 30,000 करोड़ रुपए का लाभ साधारण मानवी को मिला है, इसके बारे में उन्होंने बताया. ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഈ വർഷം അവസാനത്തോടെ 20,000ത്തിലേക്ക് എത്തുമെന്നും JP നഡ്ഡ വ്യക്തമാക്കി. കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലും പരിപാടിയിൽ പങ്കെടുത്തു. വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ 2024 ഒക്ടോബർ വരെ 1000 കോടിയുടെ വിൽപ്പന നടന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നത് അടുത്ത അഭിമാനമാണ്. ഏതാണ്ട് 1528 കേന്ദ്രങ്ങളാണ് ഇപ്പോ ഉള്ളത്. അപ്പൊ 2027ലേക്ക് 25,000 ജനൌഷധി കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഈ ഒരു 1528 എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിലപ്പോ 2,500 3,000 ആയി വളർന്നാലും നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. അത് മറ്റ് ഒരു ദുസൂചനയും നൽകില്ല. കേരളത്തിലെ ജനൌഷധി കേന്ദ്രങ്ങളിലാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നു വരുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ക്രയവിക്രയം നടന്നിരിക്കുന്ന, അതുവഴി വന്നിരിക്കുന്ന തുകയുടെ കണക്കെന്ന് പറയുന്നത് 796 കോടിയാണ്. ഇതിനകത്തൊരു ചെറിയ ദുസൂചന കൂടിയാണ്. അത്രയും മരുന്നുകളുടെ ആവശ്യക്കാർ ഇത്രയും കാലം ഈ 796 കോടിക്ക് പകരം ഒരു 10,000 കോടി അല്ലെങ്കിൽ ഒരു 15,000 കോടിയെങ്കിലും ചെലവാക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ 5 വർഷത്തിന് മുമ്പ് ചെലവാക്കിയ ഒരു സമൂഹം തറപറ്റിപ്പോയോ, ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയോ? അവരുടെ ജീവിതത്തിലൊന്നും സോഷ്യലിസം നമുക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞില്ലേ എന്ന് പറയുന്ന വളരെ മ്ലേച്ഛമായ ഒരു അവസ്ഥ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്നുവെന്ന് വിലയിരുത്തുന്നത് ഒരു വലിയ ദുസൂചന തന്നെയാണ് നൽകുന്നത്. ഒരുപക്ഷെ ആ അവസ്ഥകൾക്കൊന്നും ഇനി നമുക്ക് സമൂഹത്തെ തള്ളിവിടേണ്ടവരല്ല. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പദയാത്രയിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിലെ ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പാണ് PMBJP നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് കീഴിൽ ജനറിക് മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും
റീറ്റെയിൽ ഷോപ്പുകളിലേക്കാൾ 50% മുതൽ 80% വരെ വിലക്കുറവിൽ ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ഫെബ്രുവരി 28 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളം 15,000 ജൻ ഔഷധി കേന്ദ്രങ്ങളുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ PMBJP 1,470 കോടി രൂപയുടെ വിൽപ്പന നടത്തി. ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ PMBJP 1,760 കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ 180 മടങ്ങ് വർധനയുണ്ടായി. വിൽപ്പനയും 200 മടങ്ങ് വർദ്ധിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആകെ ലാഭം ഏകദേശം 100 കോടി രൂപയാണ്. ഈ പദ്ധതിയിലൂടെ പൗരന്മാർക്ക് 30,000 കോടി രൂപ ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.